Hey guys, it's me Prajimsha and welcome to my channel. ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. അതും ഒരു ഗേൾസ് ട്രിപ്പാണ്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഞാൻ ബൈക്കിനാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര എവിടേക്കാണെന്നുള്ളത് പറഞ്ഞില്ലായിരുന്നല്ലോ. ദേ ഈ ഒരു ടണൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങടേക്കാണ് പോകുന്നതെന്നുള്ളത്. അതെ, നമ്മളിന്ന് പാലക്കാടേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് പാലക്കാട് എത്ര സ്ഥലങ്ങൾ കാണാൻ പറ്റും, എത്ര സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് കയറിയത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി ചെന്നപ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അതിലേക്കാണ് കയറിയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോട്ടൺ വെച്ചിട്ടുണ്ടാക്കിയേക്കുന്ന കുറേ ഐറ്റംസ്, അതായത് ചെറിയ പൗച്ചസും അതേപോലെ ക്യാരി ബാഗ്, സ്ലിംഗ് ബാഗ്, അതേപോലെയുള്ള കുറേ സാധനങ്ങളും എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം പ്രത്യേകത വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിലാണ് കേട്ടോ ഈ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പൗച്ചാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. വെറും 10 രൂപയേ ഉള്ളൂ. ഈ സ്ലിംഗ് ബാഗിനാണെങ്കിൽ 160 റുപ്പീസാണ് വരുന്നത്. അത്യാവശ്യം സമയം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയത്. എൻ്റെ കൂടെ ഉണ്ടായവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പൂരി മസാലയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ആ സാധനം വലിയ താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മസാല ദോശ തന്നെയാണ്. അങ്ങനെ നമ്മൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര തിരിച്ചുവിട്ടു. അപ്പോൾ പോയത് കൊല്ലങ്കോട് വഴിയാണ്. അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ സൈഡാക്കി കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. കൊല്ലങ്കോട് ആക്ച്വലി കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സ്പോട്ട് കൊല്ലങ്കോട് എടുക്കാം. കാരണം അവിടെ സീതാർകുണ്ട് വാട്ടർഫോൾസ് ഉണ്ട്, താമരപ്പാടുണ്ട്, കുറേ വയലുകളുണ്ട്, ചെല്ലഞ്ചേട്ടന് ചായക്കട, ഇതെല്ലാം കൊല്ലങ്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നൊരു വഴിയാണ് ഈ കാണുന്നത്. 2 സൈഡും കാടായിട്ട് നടുക്കിൽ കൂടെ ഒരു ചെറിയൊരു വഴിയാണ്. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനായിട്ടുള്ളൊരു വഴിയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ അവരാകെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഈ കാണുന്ന വള്ളികളിലൊന്നും തൂങ്ങാണ്ടിരിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളത് പാലിക്കുക. നമ്മളവിടെ നിന്ന സമയത്ത് ചെറിയൊരു മഴ കിട്ടിയായിരുന്നു. അപ്പോൾ തന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ നേരെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി ക്രോസ് റോഡിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ലുലുവിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് NMR ബിരിയാണിയാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ NMR ചിക്കൻ ബിരിയാണിയും പിന്നെ അതേപോലെ ഒരു താലി മീൽസുമാണ് പറഞ്ഞത്. രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡും അതേപോലെ അച്ചാറുമാണ് ബിരിയാണിയുടെ കൂടെ തന്നെ. പിന്നെ വേറെ എന്തോ ഒരു കറിയും കൂടെ തരുന്നുണ്ടെങ്കിൽ ഒന്ന് വഴുതനങ്ങ എന്തോ ഇട്ടിട്ടൊരു കറിയായിരുന്നു. അതില്ലെങ്കിലും ബിരിയാണി അടിപൊളി ടേസ്റ്റായിരുന്നു. അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഭക്ഷണവും കഴിച്ച് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. വരിക്കാശ്ശേരി മനിയായിരുന്നു കേട്ടോ. ഇവിടേക്ക് ഒരു എൻട്രി ഫീ ഉണ്ട്. 30 റുപ്പീസാണ് പെർ ഹെഡിന് വരുന്നത്. നമ്മൾ മനയുടെ ഉള്ളിലേക്ക് കയറിയായിരുന്നു. പക്ഷേ ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. നല്ല റഷായിരുന്നു കേട്ടോ. ഒരുപാട് കാഴ്ചകൾ മനയിൽ തന്നെ നടന്ന് കാണാനുണ്ട്. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഒരു കുടുംബക്ഷേത്രം കാണാം. അതിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് കുളം വരണത് കേട്ടോ. അങ്ങടേക്കൊന്നും നമുക്കിപ്പോൾ ഇറങ്ങാനൊന്നും പാടില്ല. അതൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ മനേനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. മലമ്പുഴ ഡാമായിരുന്നു കേട്ടോ അടുത്ത സ്പോട്ട് വരണേ. ഏകദേശം ഈവനിങ് ടൈം ആയപ്പോഴാണ് നമ്മൾ മലമ്പുഴ ഡാമിലേക്ക് വന്നത്. അവിടെയും ഇതേപോലെ എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 30 റുപ്പീസാണ് അഡൾട്ട്സിന് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലും ഇതേപോലെ ചെടികളൊക്കെ നട്ട് വളർത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഡാം വിസിറ്റ് ചെയ്യാൻ വരുന്നവർ മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ കേബിൾ കാർ കേട്ടോ. പക്ഷേ ഇതിൻ്റെ എൻട്രൻസ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴല്ല, പുറത്തായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ അവിടെ പോയി ഒരു നീണ്ട ക്യൂ ഉണ്ട്. അത് നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കൊരു ചെറിയ മണ്ടതരം പറ്റിയായിരുന്നു. അതിന് നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കട്ടെ.
ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ പുല്ലും കാര്യങ്ങളൊക്കെ കയറി കിടക്കുന്നുണ്ട്. അവരെനിക്ക് തോന്നുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നേരെ ഡാമിൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭിത്തിയുടെ മുകളിൽ കയറി ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാവരും കറക്റ്റായിട്ട് തന്നെ പാലിക്കുക. പിന്നെ നമ്മൾ ഡാമിൻ്റെ മേളിൽ കൂടെ നമ്മൾ നടന്നു. പക്ഷേ അവിടെയും അത്യാവശ്യം നല്ല റഷായിരുന്നു, നല്ല തിരക്കായിരുന്നു. കാരണം നമ്മൾ പോയതൊരു സൺഡേ ആയിരുന്നു. ഇതാണ് നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് കാണുന്നൊരു വ്യൂ. ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം എത്രത്തോളം പുല്ല് അവിടെ കയറി കിടക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു. ഏകദേശം നൈറ്റൊക്കെ ആയി നമ്മൾ വീട്ടിലേക്ക് പോയപ്പോൾ. അങ്ങനെ പോണ വഴിക്ക് നമ്മളൊരു ചായയൊക്കെ കുടിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ ഈ ഒരു ട്രാവൽ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.